നമസ്കാരം. ഇന്ന് സംസാരിക്കുന്നത് ഒബ്സഷൻ എന്ന സിനിമയെക്കുറിച്ചാണ്. അതിനു മുൻപ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ നന്ദി പറയുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒബ്സഷൻ ഒരു സൂപ്പർ നാച്ചുറൽ സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലറാണ്. മങ്കീസ് ബോ എന്ന ആശയത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആഗ്രഹിക്കുന്നത് എന്തും സാധിക്കുന്ന ഒരു വരം കിട്ടുന്നൊരവസ്ഥയാണിത്. പക്ഷേ അതിനോടൊപ്പം ചേർന്ന് ഒരു ദുരന്തവും കൂടി വരും. ആഗ്രഹങ്ങൾ സാധിക്കും, പക്ഷേ അത് നമ്മൾ വിചാരിക്കുന്ന രീതിയിലാവില്ല. മാത്രവുമല്ല, അത് വലിയൊരു കെണിയായി മാറുകയും ചെയ്യും. ഈ ഒരു ആശയത്തെ കടമെടുത്തുകൊണ്ടാണ് ഒബ്സഷൻ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇത് നമുക്കായിട്ട് സംവിധാനം ചെയ്തിരിക്കുന്നത് കറി ബാർക്കറാണ്. കഥയിലേക്ക് വന്നാൽ, ഒരു മ്യൂസിക് ഷോപ്പിൽ ജോലി ചെയ്യുന്ന 4 സുഹൃത്തുക്കൾ. അവരിൽ ബേറിന് നിക്കിയോട് പ്രണയമുണ്ട്, പക്ഷേ തുറന്നു പറയാൻ ധൈര്യമില്ല. അവനങ്ങനെ പറയാനൊരു അവസരം നോക്കി നടക്കുകയാണ്. ഒരു നാൾ പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടുന്ന സ്റ്റോൺസും മാലകളും ഒക്കെ വിൽക്കുന്ന ഒരു ഷോപ്പിൽ അവൻ എത്തിപ്പെടുന്നു. അവിടെ വെച്ച് അവനൊരു ബോക്സ് കിട്ടുന്നു. വൺ വിഷ് വില്ലോ എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ അകത്തുള്ള ഒരു പെൻസിൽ പോലെ കുറച്ച് കട്ടിയുള്ള ഒരു വസ്തു ഒടിച്ചുകൊണ്ട് ഒരാഗ്രഹം പറഞ്ഞാൽ അത് അതേപോലെ നടക്കുമെന്നാണ് അതിലെഴുതിയിരിക്കുന്നത്. അതിനെപ്പറ്റി ഒരുപാട് കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട്. സൂക്ഷിച്ചെടുക്കണമെന്നൊക്കെ ആ ഷോപ്പിലെ സെയിൽസ് ഗേൾ അവനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷേ അവനതെടുക്കുന്നു. കാരണം എങ്ങനെയും നിക്കിയുടെ സ്നേഹം സ്വന്തമാക്കുക എന്നുള്ളതായിരുന്നു അവൻ്റെ ലക്ഷ്യം. നിക്കി മറ്റെന്തിനേക്കാളും തീവ്രമായി തന്നെ മാത്രം സ്നേഹിക്കണമെന്ന് പറഞ്ഞാണ് അത് ഒടിക്കുന്നത്. അവൻ്റെ ആഗ്രഹം അതേപോലെ തന്നെ നടക്കുകയാണ്. പിറ്റേന്ന് മുതൽ നിക്കി അവനെ സ്നേഹിച്ചു തുടങ്ങും. അവർ തമ്മിൽ ഡേറ്റിങ്ങും ആരംഭിക്കും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിക്കി അവനെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. ചുറ്റും നടക്കുന്നതൊക്കെ അവൾ മറന്നുപോകും. അവനോടുള്ള ഒബ്സഷനിൽ മാത്രമായി അവളുടെ ജീവിതം ചുരുങ്ങിപ്പോവും. അവളുടെ പെരുമാറ്റത്തിലൊക്കെ അക്രമ സ്വഭാവവും പേടിപ്പെടുത്തുന്ന രീതികളുമൊക്കെ കടന്നു വരും. അവൻ മറ്റാരോടെങ്കിലും സംസാരിക്കുന്നത് കണ്ടാൽ അവൾ അസൂയമൂത്ത് മറ്റുള്ളവരെയോ തന്നെയോ ഉപദ്രവിക്കാൻ തുടങ്ങും. തുടർന്ന് ബേറിൻ്റെയും നിക്കിയുടെയും മറ്റു സുഹൃത്തുക്കളുടെയും ഒക്കെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നാണ് ഈ സിനിമ കാട്ടിത്തരുന്നത്. ഒരു ഹൊറർ ത്രില്ലർ എന്നൊക്കെ പറയാമെങ്കിലും ഈ സിനിമ സംസാരിക്കുന്നത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. പ്രണയത്തിലും സൗഹൃദത്തിലും കുടുംബ ബന്ധങ്ങളിലുമൊക്കെ സ്വാതന്ത്ര്യം, കൺസെൻറ്റ് തുടങ്ങിയ സംഗതികളൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നത് ബാധ കൂടിയതുപോലെയുള്ള മനുഷ്യർക്കൊപ്പമാണെന്ന് പറയുന്ന ഒരു സിനിമയാണിത്. അങ്ങനെ നോക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ഈ സിനിമ സംസാരിക്കുന്നത്. മറ്റൊരാളെ എപ്പോഴും നിയന്ത്രിച്ചുകൊണ്ട് സ്നേഹിക്കുന്നത് അയാളുടെ കാലിൽ ചങ്ങലയിട്ട് നടത്തുന്നതിന് തുല്യമാണെന്നാണ് കറി ബാക്കർ നമ്മളോട് പറയുന്നത്. സാധാരണ ഹൊറർ ചിത്രങ്ങളിലെ പോലെ പേടിപ്പിക്കുന്ന സീനുകളോ ശബ്ദങ്ങളോ ഇതിലില്ല. കഥാപാത്രങ്ങളെ, പ്രത്യേകിച്ചും നിക്കിയെ കാണിക്കുമ്പോഴുള്ള മങ്ങിയ ഷേഡ്, പ്രതീക്ഷിക്കാത്ത സമയത്തിലുള്ള വേഗത്തിലുള്ള നിക്കിയുടെ നടപ്പ്, ഓട്ടം, ചിരി, ഇതൊക്കെ കൊണ്ടാണ് സംവിധായകൻ മനുഷ്യരെ പേടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിക്കിയായി അഭിനയിച്ച ഇന്ത്യൻ നവാററ്റ് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. കഥാപാത്രങ്ങളെ കാണിക്കുമ്പോഴുള്ള സെൻറ്റർ ഫ്രെയിമിങ്, കലാസംവിധാനത്തിലും കളർ ഗ്രേഡിങ്ങിലുമുള്ള മൂഡി കളർ പാലറ്റ്, റിയലിസ്റ്റിക്കായി തോന്നുന്ന വീട്, മ്യൂസിക് ഷോപ്പ്, പാർട്ടി ഹാൾ, ഇതൊക്കെ വെച്ചാണ് കുറഞ്ഞ ബഡ്ജറ്റിനുള്ളിൽ സംവിധായകൻ ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 10 കോടിക്കടുത്തുള്ള പട്ടിക്ക് കുറയ്ക്കുന്നു. ഏകദേശം 10 കോടിക്കടുത്തുള്ള എമൗണ്ട് മുടക്കി 1500 കോടി നേടണമെങ്കിൽ അതങ്ങനെ ചുമ്മാതെ എടുത്ത സിനിമ ആവില്ലല്ലോ. പട്ടി സമ്മതിക്കില്ല. മറ്റൊന്നുള്ളത്, സാധാരണ ഹോളിവുഡ് ഹൊറർ ചിത്രങ്ങൾ, അതായത് ഈ കഞ്ചറിങ് ഫസ്റ്റ് പോലെയുള്ള സിനിമ മാത്രം കണ്ട് ശീലിച്ചവർക്ക്, അതുമാത്രം ദഹിക്കുന്നവർക്കിത് ഇഷ്ടപ്പെടണമെന്നില്ല. കഥാപാത്രങ്ങളുടെ മാനസിക ഭാവങ്ങൾക്കും പ്രകടനങ്ങൾക്കുമാണ് ഇതിൽ മുൻതൂക്കം കൂടുതൽ. പിന്നെ കുറേയധികം വയലൻസ് രംഗങ്ങൾ സെൻസർ ബോർഡ് കട്ട് ചെയ്തിട്ടുമുണ്ട്. ഉള്ളത് അതിഗംഭീരവുമായിരുന്നു. മനുഷ്യർ പേടിച്ച് ഒരു വഴിക്കാവുന്ന കുറച്ച് സീൻസൊക്കെ അതിനകത്തുണ്ട്. അതൊക്കെ വെച്ചിട്ട് വേണം ഈ സിനിമയ്ക്ക് പോകാൻ. മൈക്കൽ ജോൺസനാണ് ഇതിൽ ബെറയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. കോപ്പർ ടോമിൽസൺ, മേഗൻ ലോലസ് തുടങ്ങിയവരാണ് ഇവരുടെ സുഹൃത്തുക്കളായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒബ്സഷൻ എന്ന മൂവിയെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങളെന്തായാലും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഹൊറർ സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ സിനിമ തിരഞ്ഞെടുക്കാം. റിവ്യൂ ഇഷ്ടമായാൽ ദയവേത് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് പിന്നെ വരാം.